ഹായ് ഫ്രണ്ട്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ ബായിനെയും ഗൗരിനെയാണ്. അപ്പോൾ ശങ്കർ ബായി തകർത്ത് അഭിനയിക്കുകയാണ്. നമ്മുടെ ഗൗരിയുടെ കാര്യം പറയണ്ട, പുതിയ ലുക്കിൽ സൂപ്പറായിട്ടോ ഗൗരി. അപ്പോൾ അതന്നെ ഗൗരിയും ശങ്കറൂടെ നല്ല തകർത്ത് അഭിനയിക്കുകയാണ് പാട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ ഗംഗ ഏതാണ്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഗംഗ ഇങ്ങോട്ട് വന്നിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. രണ്ടുപേരുടെയും പെർഫോമൻസ് കണ്ട് ഇവരിങ്ങനെ നല്ല തകർത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗംഗ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ പുറകെ ശേഖരൻ വന്നിട്ട് ഇവരെന്ത് കോപ്രാന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. ഗംഗ അങ്ങ് അപ്പുറത്തേക്ക് അങ്ങ് മാറിപ്പോയി കേട്ടോ. ഈ സമയത്ത് ശേഖരൻ അവിടെ വന്നിട്ട് എടാ കുട്ടിച്ചങ്കര, നീ എന്തൊക്കെ കോപ്രായ ഇട ഇവിടെ കാണിക്കുന്നത്? നിൻ്റെ ഒരു പാട്ടും കൂത്തും അത് കാരണം ഇവിടെ മനുഷ്യന് ഉറങ്ങാൻ പോലും പറ്റണില്ലല്ലോ, എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ ശങ്കർ ബായി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഗൗരിക്കാകെ നാണക്കേടും ചമ്മലും ഒക്കെ തോന്നിയിട്ടോ. അപ്പോൾ വേഗം തന്നെ വന്നിട്ട് എൻ്റെ പൊന്ന് ചേട്ടച്ചാരെ, ഞാൻ എൻ്റെ ഭാര്യ എടുത്ത് ഇച്ചിരി സന്തോഷിച്ച് നിൽക്കുന്നതിന് തനിക്ക് എന്താണോ കുഴപ്പം എന്ന് ചോദിച്ചു. അതെ, തനിക്ക് സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടല്ലോ, കമലേടത്തി. ആ കമലേടത്തിനെ മര്യാദയ്ക്കൊന്ന് സ്നേഹിച്ചുകൂടെ തനിക്ക്? എന്നിട്ട് ആ കമലേടത്തിനെ സ്നേഹിക്ക്, എന്നിട്ട് നോക്ക് എൻ്റെ പൊന്നി ഏട്ടാ. അതെ, എനിക്ക് ഈ പാട്ടൊന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ളതാട്ടോ, താൻ അങ്ങ് ചെല്ലടോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശങ്കരൻ കയറി പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അപ്പോൾ വേഗം തന്നെ ഒരു രക്ഷയില്ല, ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അവസാനം ശേഖരൻ പോവാണ്. ശേഖരൻ പോയി കഴിഞ്ഞപ്പം വീണ്ടും ഗംഗ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഗംഗയെ കാണിക്കാനായി, അതെ അവൾ നമ്മളെ നോക്കണ്ട കേട്ടോ, നമ്മൾ കൂടുതൽ റൊമാൻറ്റിക് ആവണം കേട്ടോ. അപ്പോൾ എങ്ങനെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞു വീണ്ടും ഈ ഗംഗയെ കാണിക്കാൻ അടിപൊളി പെർഫോമൻസ് അങ്ങ് കാഴ്ചവെക്കുകയാണ് നമ്മുടെ ശംഖുവും ഗൗരിയും കൂടെ. അപ്പോൾ ഇതെല്ലാം നോക്കി ആസ്വദിച്ച് പിന്നെ നമ്മുടെ ശേഖരൻ അവിടെ നോക്കിയിട്ട് ശേഖരൻ നേരെ റൂമിലേക്ക് പോയി. ഗംഗ നേരെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു. ശേഖരൻ ചെല്ലുമ്പോൾ നമ്മുടെ കമല അവിടെ കിടക്കുകയാണ് കേട്ടോ. ഓ, പേടിച്ചാൽ ചെല്ലണത്. എൻ്റെ പൊന്നോ, ഈ ഭ്രാന്തിക്ക് ഉറക്കമില്ലേ? ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ, കൈ തോക്കൊന്നും കാണാനില്ല. എന്താണോ ഈ ശവി ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ഈശ്വര. അവസാനം ശേഖരൻ റൂമിൽ കയറി വാതിലൊക്കെ അടച്ചിട്ട് നേരെ കിടക്കാനായിട്ട് തുടങ്ങുകയാണ്. പകുതി ചാരിയുള്ളൂ, അത്രയ്ക്ക് ധൈര്യമുള്ളൂ ആൾക്ക്, ഓടണ്ടേ. അപ്പോൾ വേഗം വന്നിട്ട് കമല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? നിങ്ങളോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? പാതിരാത്രി ആയാലും ഉറങ്ങാതെ നിങ്ങളെവിടെ ഈ കറങ്ങി നടക്കണത്? എൻ്റെ പൊന്ന് കമലെ, നീ ഒന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ കമലയുടെ അടുത്തേക്ക് കയറി നമ്മുടെ ശേഖരൻ കിടന്നു. അല്ല മസിലുമോൻ എന്തിനാ ഈ കട്ടിലേക്ക് കയറി കിടക്കണത്? ശേഖരൻ ചാടി എഴുന്നേറ്റിട്ട്, ഡി ഭ്രാന്തി, ഈ ഭ്രാന്തെന്ന് പറയുന്ന ഒരു കാരണമേ അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കണ്ട കേട്ടോ. നിൻ്റെ ആ കുഞ്ഞ് കഴുത്തി പിടിച്ച് ഞെരിച്ച് അവസാനിപ്പിക്കാനേ എനിക്ക് വെറും 2 സെക്കൻഡ് മതി കേട്ടോ, 2 സെക്കൻഡ്. അറിയാലോ നിനക്കെന്നെ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല കമല ചാടി എണീറ്റു. അതിനു മുമ്പ് നിൻ്റെ കൊരവള്ളി ഞാൻ അറുത്ത് കളയും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട ശേഖര എന്ന് ചോദിച്ചു. എൻ്റെ അമ്മോ, എന്തോ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പണി തരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ശരിക്കും പണി തരാൻ വേണ്ടി തന്നെയാണ് അവളെന്നെ വെല്ലുവിളിക്കുന്നത്. അപ്പം ശേഖരന് മനസ്സിലായി, ഓ ഇനി എന്തായിരിക്കും ആവോ എന്നറിയത്തില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ വേഗം തന്നെ ശേഖരൻ എഴുന്നേറ്റു. എന്നിട്ട് നേരെ താഴേക്ക് പാവിരിച്ചു. എന്നിട്ട് നേരെ ഇറങ്ങി താഴേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇനി കൂടെ കിടന്നാൽ കഴുത്തു പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ആഹാ, അപ്പോൾ നോക്കിയിട്ട് കമല അടുത്തത്, അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളെന്തിനാ ആ ഗംഗയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അതെ, അതെൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പലതും ചെയ്യും, മനസ്സിലായോ നീ? അതൊന്നും ചോദിക്കാനായിട്ടേ തലയ്ക്ക് വെളിവില്ലാത്ത നീ വരണ്ട കേട്ടോ. നിങ്ങളിനി ആ ഗംഗയുടെ പുറകെ നടന്ന് അവളെ ശല്യപ്പെടുത്തിയാൽ നീ എന്താ ചെയ്യുക? പറയടി, നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എൻ്റെ മുറപ്പെണ്ണ് ഗംഗയുടെ പുറകെ നടന്നാൽ നിനക്കെന്തടി കുഴപ്പം? പറയടി. ഏത് വിളമ്പിട്ടേ നീ അങ്ങനെ കിടന്നുറങ്ങിയച്ചാൽ മതി. നിൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ, അത് ഞാൻ ഇന്നത്തോടെ തീർക്കൂടി. പറയടി, നീ എന്ത് ചെയ്യും? വിഷം തരും എന്ന് പറഞ്ഞു. ശേഖരൻ ഞെട്ടിപ്പോയി. അതെ, നിനക്ക് ഞാൻ വിഷം തന്ന് നിന്നെ ഞാൻ കൊല്ലും. അതിന് നിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഞാൻ വാങ്ങി കുടിച്ചാലല്ലേ നിനക്കെനിക്ക് വിഷം തരാൻ പറ്റുള്ളൂടി പ്രാന്തി എന്ന് ചോദിച്ചു. എടാ മണ്ട ശേഖര, എടാ നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും നീ കുടിക്കണ്ട, സിമ്പിൾ. പക്ഷേ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ നീ ചെയ്യുമല്ലോ, എന്തേ അതുമില്ലേ എന്ന് ചോദിച്ചു. നിൻ്റെ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് പോലും
ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് വിശ്വസിച്ച് വാങ്ങി കുടിക്കാൻ പറ്റാത്ത നിലയിൽ എത്തിക്കും ഞാൻ എന്ന് പറഞ്ഞു. ഇവിടെ ഭ്രാന്തി, എന്താടാ കാണണോടാ നിനക്ക് എന്ന് ചോദിച്ചു. നിന്നെയുണ്ടല്ലോ, നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റൂടി. എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും. നീ അകത്ത് കിടക്കൂടി ഭ്രാന്തത്തി എന്ന് പറഞ്ഞു. ആഹാ, എൻ്റെ പൊന്ന് മസിലി ശേഖര, ഞാൻ വിഷം തന്ന് നിന്നെ തട്ടിക്കളഞ്ഞാൽ പോലും എനിക്കെതിരെ കേസെടുക്കാൻ പോലീസിനോ കോടതിക്കോ കഴിയില്ല. അത് നിനക്കറിയോ? മാനസിക രോഗമുള്ളവർക്കെതിരെ എന്ത് കേസെടുക്കാനാ? അതുകൊണ്ട് ആ ഗംഗയുടെ പുറകെയുള്ള നിന്റെ നടപ്പ് നിർത്തിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കും. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചിട്ട് കമല അങ്ങ് കിടന്നു. എൻ്റെ അമ്മോ, പെട്ടുപോയി. ശേഖരന് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവസാനം വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് ജഗ് എടുത്തു. അപ്പോൾ വായിലേക്ക് ഒഴിക്കാൻ നോക്കിയപ്പം അയ്യോ വേണ്ട, ഇനിയിപ്പോൾ ഈ വെള്ളത്തിലെങ്ങാനും അവൾ വിഷം ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ, കുടിക്കണ്ട, അതാ നല്ലത്. ഈ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദിനി അമ്മ അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി അമ്മ അങ്ങോട്ട് വന്നപ്പോഴത്തേനും ആളാകെ ഡെസ്പായിട്ടിരിക്കുകയാണ്. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കണത് എന്ന് ചോദിച്ചു. എനിക്ക് ആരോടും പിണക്കമില്ല. പിന്നെ എന്താ അമ്മ ആഹാരം കഴിക്കാത്തത്? ഇൻസുലിൻ എടുക്കേണ്ടതല്ലേ? അമ്മ വന്ന് ആഹാരം കഴിച്ചേ. എന്നെ നിർബന്ധിക്കട്ടെ നന്ദിനി, എനിക്ക് വേണ്ട. അമ്മ പിണങ്ങി മാറിയിരിക്കുന്നതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം. പക്ഷേ അമ്മേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? പറയ. ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ ഗൗരിമോളുടെ പിറന്നാൾ ഞാൻ ആഘോഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വേണി ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അല്ല, നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കടാന്ന് നമ്മുടെ മുത്തശ്ശിയോട് അതിന് ആരാ മുത്തശ്ശി പറഞ്ഞേ എന്ന് ചോദിച്ചു. അല്ല വേണിമോളെ, നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു മുത്തശ്ശി. വേണി, വേണ്ട മോളെ, നമ്മളിവിടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിച്ച് നമ്മളെല്ലാവരും ചേർന്ന് അവളെ ഒറ്റപ്പെടുത്തുന്നേ ആരതി കരുതൂ. ആരെന്ത് കരുതിയാലും എനിക്കതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞു. മറ്റുള്ളവർ വിഷമിക്കുന്നത് എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ മോളുടെ പിറന്നാൾ ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ മുത്തശ്ശി കട്ടായം പറഞ്ഞു. വേണിമോളെ, നിനക്കറിയോ, അതെ, ഗൗരിമോളുടെ പിറന്നാൾ ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് കേട്ടോ. അതെന്താണെന്നറിയോ? പിറന്നാളിൻ്റെ അന്ന് രാവിലെ അവളെയും കൂട്ടി ഞാൻ അമ്പലത്തിൽ പോവും. എന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയാന്ന് നല്ലൊരു സദ്യ ഒരുക്കും. ഗൗരിമൊക്കെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. പിന്നെ എത്രയെത്ര സമ്മാനങ്ങളാണെന്നറിയോ അന്ന് അവൾക്ക് കിട്ടുകയെന്നറിയോ? പിന്നെ നമ്മൾ തിരുവോണമൊക്കെ ആഘോഷിക്കില്ലേ, അതുപോലെയാ മോളെ നമ്മൾ ഗൗരി മോളുടെ പിറന്നാളും ഇവിടെ ആഘോഷിച്ചിട്ടുള്ളത്. ആണോ എന്ന് ചോദിച്ചു വേണി. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇരുന്ന് കരയാൻ തുടങ്ങി. അതെ, ഒന്ന് സമാധാനപ്പെടേണ്ട മുത്തശ്ശിയെ. മുത്തശ്ശിക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണം, അത്രയല്ലേ ഉള്ളൂ മുത്തശ്ശിക്ക്. ഹായ്, നമ്മളെ ഇവിടെ ഈ വീട്ടിൽ ആഘോഷിക്കുമ്പോഴല്ലേ ആരതി മോക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കണില്ല, അങ്ങ് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലായിരിക്കും നടത്തുക. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാന്നേ, ഞാനല്ലേ പറയണത്. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ വേണി വേഗം ചെന്ന് നമ്മുടെ ശങ്കറിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വേണിമോളെ, എന്താ വിശേഷങ്ങൾ പറഞ്ഞേ? ഏട്ടാ, മൊത്തം പ്രശ്നങ്ങളാട്ടോ. എന്താ ആ ഫ്രോഡ് മിഥുൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അവനായിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഏട്ടാ. പക്ഷേ അവനുണ്ടാക്കിയ ആ കുഴപ്പം കാരണമേ നമ്മുടെ ഗൗരി ഏട്ടോ ഇപ്പോൾ ബുദ്ധിമുട്ടിയിരുന്നത്. എന്താ വേണിമോളെ നീ പറയണത് എന്ന് ചോദിച്ചോ. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയും നീ എന്ന് പറഞ്ഞു. അതെ ഏട്ടാ, നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ വരുമെന്ന് ഏട്ടനറിയാമല്ലോ. ഉവ്, അത് പിന്നെ എനിക്കറിയാണ്ടിരിക്കുമോ മോളെ എന്ന് ചോദിച്ചു. അല്ല ഏട്ടാ, സാധാരണ നമ്മുടെ ഗൗരിയുടെ പിറന്നാളേ പ്രൊഫസറും നന്ദിനിയമ്മയും ഒക്കെ ഗംഭീരമായിട്ടാട്ടോ ആഘോഷിക്കാം. അപ്പോൾ കൊണ്ട് ഗൗരിയെയും കൂട്ടി അമ്പലത്തിലും പോകട്ടോ. അതുകൊണ്ട് അന്ന് വീട്ടിൽ സദ്യയും പായസവും ഒക്കെ ഉണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങിക്കൊടുക്കും. പിന്നെ സമ്മാനങ്ങൾ ഒരുപാട് കിട്ടും കേട്ടോ. ഓരോരുത്തരും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്ന പതിവൊക്കെ ഉണ്ട് കേട്ടോ. അതിനെന്താ ഇപ്പം എന്താ മോളെ എന്ന് ചോദിച്ചോ. അതിന് ഇത്തവണത്തെ പിറന്നാളേ, അതിനായിരുന്നോ മോളെ നിനക്ക് ഇത്ര ടെൻഷൻ എന്ന് ചോദിച്ചു ശങ്കർ. അല്ലെന്നേ, പ്രൊഫസറും ടീമും ഇപ്രാവശ്യത്തെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ആഘോഷിക്കണ്ടെന്നേ, ആഘോഷിക്കണമെന്ന് ഇപ്പോൾ ആരാ പറഞ്ഞത്? ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാണ് പറയണത്? ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കണ്ടേ നമുക്ക്?
ആഘോഷിക്കണ്ടെന്നല്ലോ മോളെ പറഞ്ഞത്. പിന്നെ പിന്നെ എന്താ അപ്പം ഏട്ടൻ പറഞ്ഞത്? എൻ്റെ വേണിമോളെ, നിൻ്റെ ഏട്ടനും ഇപ്പം ആദ്യത്തെ പിറന്നാളാണ് നിൻ്റെ ഗൗരിയുടേത്. അതുകൊണ്ട് ഈ ചാരങ്ങാട്ട് വീട്ടിൽ വന്നതിന് ശേഷമുള്ള അവളുടെ ആദ്യത്തെ പിറന്നാൾ, ഈ പിറന്നാളെ നമ്മുടെ ചെറിയൊരാഘോഷമായിട്ട് ഏട്ടനങ്ങ് ഒതുക്കി കളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്, കുഴിമിന്നൽ ഐറ്റമായിട്ടായിട്ടോ നമ്മൾ ഈ ശങ്കർ ബായി ഈ ചാരങ്ങാട്ട് ആഘോഷിക്കാൻ പോണത് കേട്ടോ. ഓ മതി എൻ്റെ ചക്കരി ഏട്ടാ, അത് തന്നെ ഏട്ടാ വേണ്ടത്. അതെ, വലിയൊരു ആഘോഷമാണ് കേട്ടോ. അത് പറയാനല്ലേ ഏട്ടാ ഞാൻ വിളിച്ചത്. പിന്നെ ശ്യാം സാറിൻ്റെയും ടീമിനെയും ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാട്ടോ. പിന്നല്ലാതെ ഏട്ടന് ഒരു കാര്യം ഉറപ്പ് വരാട്ടോ, ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിന് ഓൾ ടീംസിനെ ഞാനവിടെ എത്തിച്ചിരിക്കും, പോരെ എന്ന് ചോദിച്ചു. പ്രൊഫസറും നന്ദിനിയമ്മയും മുത്തശ്ശിയും ആരതിയും എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഏറ്റു, മതി അത്. ഏട്ടാ, ഇന്ന് വരെയുള്ള ഗൗരിയുടെ ലൈഫിൽ അവൾക്ക് ഏറ്റവും നല്ല പിറന്നാളായിരിക്കണം കേട്ടോ ഇത് എന്ന് ചോദിച്ചു. ആ ശരി, ഗൗരിയുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല ബർത്ത്ഡേ ആഘോഷം ഇതായിരിക്കണം കേട്ടോ, മനസ്സിലായോ ഏട്ടന്? ഏതേ നീ ധൈര്യമായിട്ടിരിക്കട്ടെ മോളെ, എല്ലാം ഞാൻ സെറ്റാക്കിക്കോളാം കേട്ടോ. അറിയാലോ, ഈ ശങ്കർ ഭായി ഒരു കാര്യം ഏറ്റാ അത് പൊളിച്ചടുക്കുന്ന കാര്യം ഞാൻ ഏറ്റൂന്ന്. അപ്പോൾ വേഗം വേണി എന്നിട്ട്, മുത്തശ്ശി, എൻ്റെ ചക്കര മുത്തശ്ശി, മുത്തശ്ശിക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഗൗരിയുടെ പിറന്നാളെ ഇമ്മാതിരി ഒരു പിറന്നാൾ ഗൗരിയുടെ ജീവിതത്തിൽ ലൈഫിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അതെ എന്താണെങ്കിലും ഏട്ട സെറ്റ് ചെയ്യും ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ശങ്കർ ഭായി ഈ ചാരങ്ങാട്ട് വീട്ടിലെല്ലാവരോടും പറയണമല്ലോ. അപ്പം നമ്മുടെ രാധാമണിയും ഗംഗയും ശേഖരനും അച്ഛനും ശങ്കറും എല്ലാവരോടും ഇരുന്നിട്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. പക്ഷെ രാധാമണിക്കാണെങ്കിൽ മോന്ത കണ്ട ഒരെണ്ണം കൊടുക്കാൻ തോന്നും, അതുപോലത്തെയാണ് ഇരിപ്പ്. രാധാമണിക്ക് ഗൗരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചതുർത്ഥിയാണ്. അപ്പോൾ ഗൗരിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ശങ്കർ പറഞ്ഞു, അതെ ഗൗരി ഈ ചാരങ്ങാട്ട് വീട്ടിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാ എന്ന് പറഞ്ഞു. അതിന് നിനക്ക് ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കണമെങ്കിൽ നീ ആഘോഷിച്ചോ, അതിനിപ്പോൾ ആരും ഇവിടെ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ ശങ്കറെ എന്ന് പറഞ്ഞു രാധാമണി. അതെന്ത് വർത്തമാനം അമ്മയെ പറയണത് എന്ന് ചോദിച്ചോ. നിനക്ക് വേണമെങ്കിൽ നീ ആഘോഷിച്ചോളാൻ, ഇതെന്ത് വർത്തമാനം അമ്മയെ പറയണത്? വേണമെങ്കിലോ അമ്മ ഈ ചാരങ്ങാട്ട് വീട്ടിലേക്ക് വന്നു കയറിയത് തന്നെയല്ലേ? അതെ, ഞാൻ വന്നു കയറിയത് തന്നെയാണ്. അതുപോലെ തന്നെ കേട്ടോ ഗൗരിയുടെ കാര്യവും, ചാരങ്ങാട്ട് വീട്ടിലെ മരുമകള്. അതുകൊണ്ട് എൻ്റെ പൊന്നു ശങ്കറെ, ഞാൻ പറഞ്ഞതിന് നീ ആവശ്യമില്ലാത്ത അർത്ഥമൊന്നും കൽപ്പിച്ച് കൂട്ടണ്ട. അമ്മ എല്ലാവർക്കും അറിയാമല്ലോ, അമ്മ ഇങ്ങനത്തെ വർത്തമാനം മാത്രമേ പറയുള്ളൂ. അല്ല, അമ്മ പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെയാണ്. ശങ്കർ പ്ലീസ് എന്ന് പറഞ്ഞു. എൻ്റെ പിറന്നാളിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഗൗരി, നീ ഓവർ നന്മവരം കളിക്കാതെ നീ അങ്ങോട്ട് മിണ്ടാതെ അവിടെ നിന്നേ എന്ന് പറഞ്ഞു ശങ്കരൻ. എൻ്റെ പൊന്നു കുട്ടിശങ്കര എന്ന് അടങ്ങ് എന്ന് പറഞ്ഞു മഹാദേവൻ. ഇതുപോലെ വർത്തമാനം കേട്ടിരുന്നാൽ ഞാൻ അടങ്ങിയില്ല എന്ന് അച്ഛന് തോന്നില്ലേ? അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അച്ഛൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കു, എടാ നീ വെറുതെ എന്തിനാ രാധമ്മയുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഗൗരിയുടെ പിറന്നാൾ നമുക്ക് നന്നായി ആഘോഷിച്ചാൽ പോരെ? എൻ്റെ ഗൗരിയുടെ പിറന്നാൾ അങ്ങനെ വെറുതെ ആഘോഷിച്ചാൽ പോരാ. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഇവളുടെ പിറന്നാളെ ഒരു ഉത്സവം പോലെ നടത്തിക്കോ. എന്തേ? ഉത്സവം പോലെ അല്ല കേട്ടോ, പൂരം പോലെ ഞാൻ നടത്തിയിരിക്കും. വെടിക്കെട്ടും ഉണ്ടാവും, വേണ്ടി വന്നാൽ കൂടമാറ്റം വരെ ഞാൻ നടത്തിയിരിക്കും. ഈ ചാരങ്ങാട്ട് വീട്ടിലുള്ള എൻ്റെ ഗൗരിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയാ, ഒരു കുറവുണ്ടാവില്ല കേട്ടോ. വേട്ടയ്ക്ക് ഞാൻ. ശങ്കർ, എൻ്റെ പിറന്നാൾ ഒരു ആഘോഷം വേണ്ട. അപ്പം വേഗം രാധാമണി, കേട്ടില്ലേ? പിറന്നാൾ ആഘോഷിക്കേണ്ടെന്ന് ഗൗരി തന്നെ പറഞ്ഞത് കേട്ടില്ലേ? ഗൗരി അങ്ങനെ പലതും പറയട്ടോ. ഗൗരി, ഈ കാര്യത്തിൽ നിന്നെ അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല കേട്ടോ. ശങ്കർ, വേണ്ട ശങ്കർ, ഒരാഘോഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ പൊന്നു ഗൗരി, നിനക്കൊന്ന് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാമോ? നിൻ്റെ പിറന്നാൾ ആഘോഷിക്കണോ ആഘോഷിക്കണ്ട എന്ന് തീരുമാനിക്കണത് നിൻ്റെ കെട്ടിയോനാ, ഈ ശങ്കർ മഹാദേവൻ, മനസ്സിലായോ? അല്ലാണ്ട് വേറെ ആരും അല്ല. അപ്പോൾ മഹാദേവൻ ഇതെല്ലാം കേട്ടിരിക്കുക. ഇത്ര നാളത്തെ ലൈഫിൽ നീ ഇന്ന് വരെ കാണാത്ത ഒരു പ്രധാന ഒരു ദിവസമായിരിക്കും കേട്ടോ ഞാൻ നിനക്ക് സമ്മാനിക്കാൻ പോണത്, നീ കണ്ടോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട്, അല്ലടാ മോനെ കുട്ടിശങ്കര, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവളുടെ പിറന്നാൾ കേക്ക് നീ മുറിക്കണത് ഇനി വല്ല ഈ ഭൂമിയിൽ തന്നെ വെച്ച് തന്നെയല്ലേ, അതോ വല്ല ശൂന്യാകാശത്ത് വെച്ച് വല്ലതും ആണോ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ, എൻ്റെ അച്ഛ,
അല്ല, ആ മേഘങ്ങൾക്കിടയിൽ, വെള്ള മേഘങ്ങൾക്കിടയിൽ വെച്ച് വെള്ള കേക്ക് മുറിക്കാന്ന് വെച്ചാൽ സൂപ്പർ അല്ലേ അച്ഛാ? മോനെ കുട്ടിശങ്കര, നീ നിൻ്റെ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നീ ഈ വീട് വരെ കത്തിച്ച് കളയുന്ന ആളാണെന്ന് എനിക്കറിയാം. കറക്റ്റ് എന്ന് പറഞ്ഞ ഉടനെ ശേഖരൻ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ശങ്കർ നോക്കിയിരുന്നിട്ട്, അറിയാലോ, അപ്പോൾ ഗൗരിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് അച്ഛനറിയാലോ, ഏതറ്റം വരെയും പോകുന്നു അച്ഛനറിയാലോ. അതുകൊണ്ട് അപ്പോൾ ഇനി കൂടുതലാരും ഇനി സംസാരിക്കണ്ട കേട്ടോ, നമ്മൾ അങ്ങോട്ട് പിടയ്ക്കുക. ശങ്കർ, ഞാൻ പറയണമെന്ന് കേൾക്ക് ശങ്കർ. വേണ്ട, പിറന്നാളാഘോഷമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എടോ ഗൗരി, താനൊന്ന് ചുമ്മാ നെഗറ്റീവ് അടിക്കല്ലേ, ശങ്കുവിൻ്റെ ഒരാഗ്രഹമല്ലേ, അതങ്ങ് നടക്കട്ടെ, താനൊന്ന് സമ്മതിക്ക് എന്ന് പറഞ്ഞു ഗംഗ. അപ്പോൾ വേഗം തന്നെ രാധാമണി, ഗംഗ മോളെ, പിറന്നാൾ ആഘോഷത്തിന് ഇവളുടെ സമ്മതം മാത്രം മതിയോ? പിന്നെ ആരുടെ സമ്മതം അമ്മയ്ക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. ഇവളുടെ പിറന്നാൾ നീ വലിയ ആഘോഷമായിട്ട് നടത്തുമെന്ന് പറഞ്ഞല്ലോ, നീ നിൻ്റെ അച്ഛൻ്റെ സമ്മതം ചോദിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ നിന്നിട്ട്, അപ്പോൾ നമ്മുടെ കമല അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛൻ സമ്മതിക്കില്ല എന്ന് അമ്മയോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു കമല. എടി കമല, ദേ നീ കൂടുതൽ വർത്തമാനമൊന്നും പറയാതെ അകത്ത് കയറി പോയേ. അപ്പോൾ കമല ഇങ്ങനെ രൂക്ഷമായിട്ട് ശേഖരനെ ഒന്ന് നോക്കി, എന്താണ് നീ നോക്കി പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം ഗൗരി, ഇതേ ശേഖരേട്ടാ, പ്രവോക്ക് ചെയ്യല്ലേ കേട്ടോ കമലയെടുത്തി എന്ന് ചോദിച്ചു. എന്ത് ചെയ്യില്ലെന്നാ പറഞ്ഞത്? എൻ്റെ പൊന്ന് ചേട്ടച്ചാരെ, താനൊന്ന് മിണ്ടാണ്ടിരിക്കാവോ എന്ന്. ഓ ശരി അച്ഛാ, നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം, അതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ കമല. അപ്പോൾ വേഗം തന്നെ, ഓഹോ നോക്കിയിരുന്നോ, അച്ഛനെ ഇപ്പം സമ്മതിക്കും എന്നുടനെ നമ്മുടെ രാധാമണി പറയുകയാണ്. അച്ഛൻ സമ്മതിക്കില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം അല്ലേ അമ്മേ? പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിയോ, അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഗൗരിയുടെ പിറന്നാൾ ആഘോഷം ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ തന്നെ ഞാൻ നടത്തിയിരിക്കും കേട്ടോ, ഒരു സംശയമില്ല. അപ്പോൾ അച്ഛൻ വേഗം അവിടെ നിന്നിട്ട് ഒരു ചിരി ചിരിച്ചിട്ട് മഹാദേവൻ ഇങ്ങനെ പറയാണ്, മോനെ കുട്ടിശങ്കര, എടാ നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ, നിന്നെപ്പോലെ നിൻ്റെ പെണ്ണിൻ്റെ വാക്ക് കേട്ട് തുള്ളണ ആളാണ് ഈ ചാരങ്ങാട്ട് മഹാദേവൻ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ശങ്കറിനൊരു ചെറിയൊരു അടിയും കൂടെ കൊടുത്തിട്ടാണ് സംസാരിക്കണത്. എൻ്റെ മരുമോളുടെ പിറന്നാളാഘോഷത്തിനെ ഞാൻ സമ്മതിക്കില്ല എന്ന് നിന്നോട് ആരടാ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ രാധാമണിയും നമ്മുടെ ശേഖരനും ഒക്കെ കൂടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മഹാദേവനെ. അപ്പോൾ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശങ്കറിന് ഭയങ്കര സന്തോഷവും. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.